വളരെയധികം സർപ്രൈസുകൾ നൽകിക്കൊണ്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ മാർവലിന്റെ ഭാഗത്തു നിന്നും പുറത്തുവിട്ടിരിക്കുകയാണ്. ഒന്നും പറയുവാനില്ല, അടിപൊളി കിണ്ണങ്കാച്ചി ട്രെയിലർ. ഈ ഒരു ട്രെയിലറും കുറച്ച് തവണ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ട്രെയിലർ ആരംഭിക്കുന്നത് തന്നെ സേവിയർ സ്കൂൾ ഓഫ് ഗിഫ്റ്റഡ് യങ്സ്റ്റേഴ്സിന്റെ ഒരു തകർന്നു വീണ ബോർഡ് നിലത്ത് കിടക്കുന്നതായി കാണിച്ചുകൊണ്ട് തന്നെയാണ്. മിക്കവാറും ഒരു വലിയ ബാറ്റിലിന് ശേഷം തകർന്നു വീണതാകുവാനാണ് കൂടുതൽ സാധ്യത. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് സാക്ഷാൽ ചാൾസ് എക്സ് സേവിയറിനെ തന്നെ. ഇതേ സമയം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസും കൂടി കേൾക്കുന്നു. പ്രോബബ്ലി ഡോക്ടർ ഡൂമിന്റെ ആകുവാനാണ് കൂടുതൽ സാധ്യത. എന്തോ വരുന്നുണ്ട്, നമുക്ക് തടഞ്ഞു നിർത്തുവാൻ സാധിക്കാത്ത എന്തോ വലുതൊന്ന്. ഈ ഒരു സെയിം ടൈം തന്നെ ചാൾസ് സേവിയറിന് മുമ്പിൽ വലിയൊരു ലൈറ്റ് പ്രകാശിക്കുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു സീക്വൻസിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എക്സ്മെൻ യൂണിവേഴ്സിനെതിരെ വരുന്ന ഒരു ഇൻവേർഷൻ ഇവന്റിനെ തടയുവാൻ വേണ്ടി ഓപ്പോസിറ്റ് വരുന്ന എർത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന എക്സ്മെൻ ടീമിനെ ലീഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവിടെ പാട്രിക് സ്റ്റുബർട്ടിന്റെ സേവിയർ ക്യാരക്ടറിനെ ഇവിടെ പ്രസന്റ് ചെയ്യുക. തങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി മറ്റൊരു എർത്തിനെ തന്നെ ഇല്ലാതാക്കി ട്രില്യൺ കണക്കിൽ ആൾക്കാരെ കൊന്നു കളഞ്ഞു എന്നുള്ള ഒരു ഗിൽറ്റ് ഈ ഒരു ഒറ്റ ഷോട്ടിലൂടെ തന്നെ ചാൾസ് സേവിയറിന്റെ മുഖത്തൊന്നും നമുക്ക് കാണാം. ആക്ച്വലി ലീക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു തിയറി പ്രകാരം ഡൂംസ്ഡേയുടെ ആദ്യം തന്നെ വളരെ വലിയൊരു ആക്ഷൻ സീക്വൻസോടുകൂടി തന്നെയാണ് ആരംഭിക്കാൻ പോകുന്നതെന്നും ഇവർ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഈ ഒരു യൂണിവേഴ്സ് എന്നത് ടോബി മഗ്വയറുടെ യൂണിവേഴ്സ് ആയിരിക്കുമെന്നും ഈ ഒരു ഫൈറ്റിനിടയിൽ തന്നെ ഹ്യൂ ജാക്മാന്റെ വൂൾവറിനും ടോബി മഗ്വയറുടെ സ്പൈഡർമാൻ ക്യാരക്ടറും ഈ ഒരു എർത്തിനോടൊപ്പം ഇല്ലാതാകുമെന്നുള്ള ഒരു അപ്ഡേഷനുമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം എക്സ്മെൻസ് വരുന്ന ബാക്കിയുള്ള സീൻസിൽ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള വൂൾവറിൻ, ജീൻ ഗ്രേ, സ്റ്റോം തുടങ്ങിയിട്ടുള്ളവരെ കാണിക്കാത്തത്. ഇത് എത്രത്തോളം സത്യമാകുമെന്ന് അറിയുകയില്ല. സത്യമായാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എന്തായാലും തങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് യൂണിവേഴ്സ് നശിപ്പിച്ചു എന്നുള്ള ആ ഒരു ഗിൽട്ട് പുള്ളിക്കാരന് ശരിക്കുമുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ട്രെയിലറിൽ വരുന്ന മാഗ്നിറ്റോയുമായിട്ടുള്ള സംസാരിക്കുന്ന ആ ഒരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ചാൾസ് സേവിയർ വളരെയധികം വിഷമത്തോടുകൂടി സംസാരിക്കുന്നതായിട്ട് കൃത്യമായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അതിനുശേഷമാണ് റോബർട്ട് ഡൗണി ജൂനിയറിന്റെ വിക്ടർ വാൻ ഡൂം എൻട്രി. ഈ ഒരു എൻട്രി ടൈമിലും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു വോയിസും കൂടി വരുന്നുണ്ട്. ഈ ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്നതിലും മേലെ ആയിട്ടുള്ള വലിയൊരു തീരുമാനം എടുക്കേണ്ടി വരുമെന്നും ഈ ഒരു വോയിസ് ഓവർ പറയുന്നു. ഇതും ഓഫ് കോഴ്സ് ഡോക്ടർ ഡൂമിന്റെ വോയിസ് ഓവർ തന്നെയാണ്. എന്നാൽ ഇത് ടോണി സ്റ്റാർക്ക് എന്ന ക്യാരക്ടറിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിക്കൊണ്ട് ഒരു പ്രത്യേക ആക്സന്റ് ആണ് ഇവിടെ പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല ഡോക്ടർ ഡൂം വന്നിറങ്ങി നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്നത് വളരെയധികം ഡാമേജ്ഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ്. ഒരു ഫൈറ്റ് എല്ലാം അവസാനിച്ചതിന് ശേഷം ഡോക്ടർ ഡൂമിന്റെ ഒരു മാസ് എൻട്രി ആയിരിക്കാം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഒരു ഫൈറ്റ് എക്സ്പാൻഷന്റെ ഫ്രണ്ടിൽ നടക്കുന്ന മറ്റൊരു ഫൈറ്റിന്റെ ബാക്കിയായിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ലോക്കി സീരീസിൽ കണ്ടുണ്ടായിരുന്ന വോയിഡ് ആയിരിക്കുവാനും സാധ്യതകൾ ഏറെയാണ്. ഇത് രണ്ടും അല്ലെങ്കിൽ മറ്റൊരു ബാറ്റിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലമാകുവാനും ചാൻസസ് ആർ ദെയർ. എനിവേ ഈ ഒരു ഫൈറ്റ് നടക്കുന്ന ഈ ഒരു സെയിം സ്പോട്ടിൽ തന്നെ ആയിരിക്കണം തോർ, അല്ലെങ്കിൽ വേണ്ട, അതിനെപ്പറ്റി ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും ഇവിടെ ഡോക്ടർ ഡൂം വന്നിറങ്ങിയിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇവിടെ അവഞ്ചേഴ്സിന് ഒരു ത്രെട്ട് എന്ന രീതിയിൽ മാത്രമല്ല ഡോക്ടർ ഡൂമിനെ കൊണ്ടുവന്നിരിക്കുന്നത്, എൻറ്റയർ മൾട്ടിവേഴ്സിന്റെ രാജാവാകുവാൻ വേണ്ടിയാണ്. ഈവൻ ദോ സീക്രട്ട് വാർസിന്റെ കോമിക്സ് നോക്കുകയാണെങ്കിലും ഡോക്ടർ ഡൂം ആദ്യം വരുന്നത് മൾട്ടിവേഴ്സിനെ രക്ഷിക്കുവാനാണെങ്കിലും പിന്നീട് അതിന് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻറ്റയർ മൾട്ടിവേഴ്സിന്റെയും കിങ് ആയി മാറുന്നത്. സീക്രട്ട് വാർസ് കോമിക് സീരീസ് എക്സ്പ്ലനേഷനിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുമുള്ളതാണ്. മറക്കാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. പിന്നീട് അതിനുശേഷമായി കാണിക്കുന്നത് മാർവൽ ലോഗോയ്ക്ക് ശേഷം അവഞ്ചേഴ്സ് ടവർ ആണ്. സോറി, ന്യൂ അവഞ്ചേഴ്സ് ടവർ. ന്യൂ അവഞ്ചേഴ്സിന്റെ ലോഗോ കൃത്യമായി കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവിടേക്ക് വന്നിറങ്ങി വരുന്ന മിസ്റ്റർ ഫെന്റാസ്റ്റിക്കിന്റെ നേതൃത്വത്തിലുള്ള ഫെന്റാസ്റ്റിക് ഫോർ ടീമിനോടൊപ്പം തന്നെ തോറിനെ കാണിക്കുന്നുമുണ്ട്. അവരെ എതിരേൽക്കുവാനായി നിൽക്കുന്നത് ബക്കിയുടെ നേതൃത്വത്തിലുള്ള ന്യൂ അവഞ്ചേഴ്സ് ടീമും ഫാൾക്കൺ അഥവാ സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്കയുടെ അവഞ്ചേഴ്സ് ടീമുമാണ്. പ്രധാനമായിട്ടും ഇവരെ കൂടാതെ ഈ ഒരു സീക്വൻസിൽ യെനേല ബെലോവ, ഗോസ്റ്റ്, റെഡ് ഗാർഡിയൻ, US ഏജന്റ് കൂടാതെ സ്കോട്ട് ലാങ് അഥവാ ആഡ്മാനെയും വ്യക്തമായി തന്നെ കാണിക്കുന്നതാണ്. ഈ ഒരു ടൈമിൽ തന്നെ വരുന്ന തോറിന്റെ വോയിസ് ഓവർ പ്രകാരം എന്റെ സമയത്ത് ഞാൻ ഒരുപാട് യോദ്ധാക്കളുമായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ ശക്തരായിട്ടുള്ളവർ, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നതിനേക്കാളും ശക്തരായിട്ടുള്ളവർ. എന്നാൽ അവർ എല്ലാവരും മരണപ്പെട്ടു. അവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്ന ശത്രുക്കളും ത്രെട്ടുകളും കാരണം. എന്നാൽ അതിനെയൊന്നും ഞാൻ ഇത്ര അധികം ഭയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൾട്ടിപ്പിൾ ഷോട്ടിലൂടെ എക്സ്മാൻ അവഞ്ചേഴ്സ് ഫൈറ്റിംഗ് സീക്വൻസുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻകർഷൻ സംഭവിക്കാൻ പോകുന്ന എർത്തുകളെ പറ്റി കാണിച്ചിരിക്കുന്ന സ്ക്രീനും വ്യക്തമായിട്ട് തന്നെ കാണാം. ഇതിൽ നിന്ന് മനസ്സിലാക്കാം രണ്ടിന് പകരം ഒരേ സമയം 3 എർത്തുകൾ തമ്മിലാണ് കൊളൈഡാകാൻ പോകുന്നത് ഒരേ സമയം. അതിൽ ആദ്യത്തത് ഓഫ് കോഴ്സ് നമ്മുടെ മെയിൻ എർത്ത് ആയിട്ടുള്ള മാർവൽ 616, രണ്ടാമത്തത് ഫെന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സ് ആയിട്ടുള്ള എർത്ത് 828, മൂന്നാമത്തത് മിക്കവാറും എക്സ്മാൻ യൂണിവേഴ്സ് ആകുവാനാണ് കൂടുതൽ സാധ്യത. മാത്രമല്ല ഈ ഒരു ഇൻകർഷന്റെ ടൈം ലിമിറ്റ് വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ടൈം ക്ലോക്ക് അഥവാ ഡൂംസ്ഡേ ക്ലോക്കും ഈ ഒരു സ്ക്രീനിനടിയിലായി കൃത്യമായി ഡിനോട്ട് ചെയ്യുന്നുമുണ്ട്. പിന്നീട് അടുത്ത ഷോട്ട് എന്നത് നെമോറിനെ കാണുവാനായി ബ്ലാക്ക് പാന്തർ ഷൂരിയുടെ നേതൃത്വത്തിൽ വക്കാണ്ടൻസും മറ്റ് അവഞ്ചേഴ്സ് മെമ്പേഴ്സും പോകുന്നതായിട്ട്
ആയിട്ടാണ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. അതായത് ഇവർ നിൽക്കുന്ന സ്ഥലം എന്നത് അറ്റ്ലാന്റിക് ഓഷ്യന്റെ നടുക്കാണ്. കടല് രണ്ടായി പിളർന്നു നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ തന്നെയും വാട്ടറിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നെമോറിനുണ്ട് കോമിക്സിൽ. എന്നാലും മേ ബി ഇൻഗേഷന്റെ ഒരു സൈഡ് എഫക്ട് ആയിട്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടായതെന്ന് നമ്മൾ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു ടൈമിൽ ബ്ലാക്ക് പാന്തറിന്റെ നേതൃത്വത്തിലുള്ള വക്കാണ്ടൻസും നെമോറിന്റെ നേതൃത്വത്തിലുള്ള ടലോക്കിയൻസും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാകുന്ന രീതിയിലുമാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫൈറ്റിൽ ഇവരോടൊപ്പം തന്നെ ന്യൂ അവഞ്ചേഴ്സ് ടീമും ഫാന്റാസ്റ്റിക് ഫോർ ടീമും ഒരുപോലെ തന്നെ നിൽക്കുന്നതായിട്ടും കാണിക്കുന്നുമുണ്ട്. തുടർന്ന് തകർന്നു വീഴുന്ന ഒരു എക്സ്പാൻഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല ഒരു ഡോർ തകർത്തെറിഞ്ഞുകൊണ്ട് മാസ് ആയിട്ട് അവിടെ വന്ന് നിൽക്കുന്ന സൈക്ലോപ്സിനെ കാണാം. സൈക്ലോപ്സിന്റെ ലുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുണ്ട്, കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള കിടിലൻ ലുക്ക്. അതേ തുടർന്ന് ഷാങ്ജി വേഴ്സസ് ഗാംബിറ്റ് ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് കാണിക്കുന്നത്. ഗാംബിറ്റിന്റെ കൈനറ്റിക് എനർജി മാനിപ്പുലേഷൻ പവറും ഷാങ്ജിയുടെ ടെൻ റിംഗ്സിന്റെ മാസ്റ്ററി ലെവലും അൾട്ടിമേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഒറ്റ സീക്വൻസിൽ കാണിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഓൾറെഡി എക്സ്മെൻസ് ഒരു എൻഡയർ യൂണിവേഴ്സിനെ നശിപ്പിച്ചു കളഞ്ഞു. ഈവൻ തങ്ങളുടെ സർവൈവലിലാണെങ്കിലും അത് വളരെ വലിയൊരു ഗിൽട്ട് തന്നെയാണ് എൻഡയർ എക്സ്മെൻ ടീമിനും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ യൂണിവേഴ്സിൽ നിന്നുമല്ലാതെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു സൂപ്പർ ഹീറോസ് ഈ ഒരു യൂണിവേഴ്സിനെ നശിപ്പിക്കുവാൻ വന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം അവർ ഇവർക്കെതിരായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ഫൈറ്റിംഗ് സീക്വൻസിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് മിസ്റ്റീക് വേഴ്സസ് എനേല ബെനോവ ഫൈറ്റ് നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ ഇവിടെ അവഞ്ചേഴ്സ് ടീം രണ്ടായി തിരിഞ്ഞുകൊണ്ട് ഒരു ടീം ബ്ലാക്ക് പാന്തറിനെയും നെമോറിനെയും കൺവിൻസ് ചെയ്യാനായിട്ട് വരുന്ന ടൈമിൽ തന്നെ മറ്റേ ടീം ഓപ്പോസിറ്റ് യൂണിവേഴ്സിലേക്ക് പോയി അവിടെ ചെന്ന് അവിടെയുള്ള എക്സ്മെൻ ടീമിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാം. റീ റിച്ചാർഡ്സിന്റെ നേതൃത്വത്തിൽ ഫാന്റാസ്റ്റിക് ഫോർ യൂണിവേഴ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ടീം പ്രധാനമായിട്ടും അവിടെയുള്ള എല്ലാ എക്സ്മാൻ മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈവൻ ക്യാപ്റ്റൻ അമേരിക്ക, അതായത് ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്ക അവിടെ ഉണ്ടെങ്കിൽ തന്നെയും മിസ്റ്റർ ഫാന്റാസ്റ്റിക് പുള്ളിയെ തടഞ്ഞുകൊണ്ട് കൺവിൻസ് ചെയ്യാൻ വിടുന്നത് ബ്ലാക്ക് വിഡോയാണ് എന്നത് മറ്റൊരു കൗതുകം. ഈ ഒരു ടൈമിൽ തന്നെയാണ് മിസ്റ്റിക് രൂപം മാറി എനേല ബെനോവയായി തന്നെ ബ്ലാക്ക് വിഡോ വേഴ്സസ് ബ്ലാക്ക് വിഡോ ഫൈറ്റ് ഇവിടെ നടക്കുന്നത്. സെയിം ടൈമിൽ തന്നെ മാഗ്നിറ്റോയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫസർ എക്സിനെ കാണാം. പുള്ളിക്ക് ആ ഒരു ഗിൽട്ട് ഇപ്പോഴും മുഖത്തുള്ളതായിട്ട് കാണിക്കുന്നുമുണ്ട്. എന്തായാലും മാഗ്നിറ്റോയെ നൈസായി കൺവിൻസ് ചെയ്ത് ഈ ഒരു പ്രശ്നം പരിഹരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രൊഫസർ എക്സേവിയർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം കാസി ലാങ്ങിന് മുത്തം നൽകിക്കൊണ്ട് ഗുഡ് ബൈ പറയുന്ന സ്കോട്ട് ലാങ്ങിനെയും ഏതൊരു ബ്ലാസ്റ്റിൽ നിന്നും ആരെയോ രക്ഷിക്കുന്ന ജോണി അഥവാ ഹ്യൂമൻ ടോർച്ചിനെയും വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുമുണ്ട്. മേ ബി ഈ ഒരു സീക്വൻസിൽ വന്നിരിക്കുന്നത് സൂസ്റ്റോമോ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സോ ആകുവാനാണ് കൂടുതൽ സാധ്യത. കാരണം ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഈ ഒരു സെയിം കളറിലുള്ള ഒരു ഹെയർ കളർ ഉള്ളത്. അടുത്ത ഷോട്ടിൽ ഷൂരിയോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന സൂസ്റ്റോമിനെ കാണിക്കുന്നതിനോടൊപ്പം തന്നെ എക്സ്പാൻഷനിൽ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്ന അവഞ്ചേഴ്സിന് മുമ്പിൽ മാസായി വന്നു നിൽക്കുന്ന ഗാംബിറ്റിനെ ഒരു സീൻസിലും കൂടി കാണിക്കുന്നു. സ്റ്റിൽ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബാക്ക്ഗ്രൗണ്ടിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. എന്തായാലും ഈ ഒരു ഫൈറ്റിന് അവസാനം അവഞ്ചേഴ്സ് എക്സ്മെൻസിനെ കൺവിൻസ് ചെയ്തതിന് ശേഷമായിരിക്കാം എൻഡയർ സെന്റിനൽ റോബോട്ട്സും ഇറങ്ങി എൻഡയർ എക്സ്പാൻഷൻ നശിപ്പിക്കുന്നതും അത് കണ്ട് കൺട്രോൾ ഇല്ലാതായി വളരെയധികം ആങ്കറോട് കൂടി പഞ്ച് ഡയമെൻഷൻ ഫോഴ്സ് വെളിയിലേക്ക് വിടുന്നതും. ഇതിനിടയിൽ തന്നെയാണ് TVA കാർഡുമായി വരുന്ന ലോക്കിയെ കാണിക്കുന്നത്. ഗോഡ് ഓഫ് സ്റ്റോറീസ് ലോക്കി ആയിട്ടല്ല ഇവിടെ വരുന്നത്, സാധാരണ ഒരു ഏജന്റ് ആയിട്ടാണ് ഇവിടെ ലോക്കി അപ്പിയറൻസ് ചെയ്യുന്നത് എന്നത് മറ്റൊരു സത്യം. ഈ കാർഡ് മറ്റൊരാൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് ലോക്കി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരാൾ ഇവിടെ കാർഡ് തിരിച്ചു നോക്കുന്നതായിട്ടും കാണാം. മോസ്റ്റ് പ്രോബബ്ലി അത് സ്റ്റീവ് റോജേഴ്സ് ആകുവാനാണ് കൂടുതൽ സാധ്യത. കാരണം ആ ഒരു കളർ ടോണും സെറ്റിംഗ്സും എല്ലാം കാണുമ്പോൾ നമ്മൾ സ്റ്റീവ് റോജേഴ്സിനെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടീസറിന്റെ ആ ഒരു സെയിം കളർ പാലറ്റുമായിട്ട് ഇത് മാച്ച് ആവുന്നുണ്ട്. മാത്രമല്ല തന്റെ ഒരു കാലത്തെ ശത്രുവായിട്ടുണ്ടായിരുന്ന ലോക്കി തന്നെ കൺവിൻസ് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ് കൊണ്ടുവന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഓൾറെഡി ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന ഒരു 90s നടക്കുന്ന ഒരു സെറ്റ് വീഡിയോയിൽ ലോക്കിയുടെ ക്യാരക്ടർ സ്റ്റീവ് റോജേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേഷൻ നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നതാണ്. സോ കേട്ട റൂമേഴ്സ് എല്ലാം സത്യമാവുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും കൂടുതൽ സാധ്യത. ഇതിന് ശേഷമാണ് ഞാൻ നേരത്തെ പിന്നീട് പറയാന്ന് പറഞ്ഞിരുന്ന ആ ഒരു മൊമെന്റ്, ഗോഡ് ഓഫ് തണ്ടർ തോർ സാക്ഷാൽ ഡോക്ടർ ഡൂമിനെ എതിർക്കുവാനായി വരുന്ന മൊമെന്റ്. ഈ ഒരു ഫൈറ്റ് നടക്കുന്നത് നേരത്തെ ഡോക്ടർ ഡൂം വന്നിറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം സ്പോട്ടിൽ തന്നെയാണ്. കാരണം തകർന്ന് വീണ് കിടക്കുന്ന സെന്റിനൽസിന്റെ കൈയൊക്കെ നമുക്ക് ഇവിടെ കാണാം. എന്തായാലും എക്സ്മാൻ യൂണിവേഴ്സിലേക്ക് അവഞ്ചേഴ്സ് ടീം വരുമെന്നുള്ള കാര്യം 100% ഇപ്പോൾ കൺഫേംഡ് ആണ്. അങ്ങനെ അവർ തമ്മിൽ നടക്കുന്ന അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാന്റെ ഒരു ആഫ്റ്റർമാത്തും ആയിരിക്കാം ഇത്. മാത്രമല്ല ഇതിനിടയ്ക്ക് ലീക്കായി വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡൂംസ്ഡേയുടെ സീക്വൻസിൽ അവഞ്ചേഴ്സും എക്സ്മാൻസും ഒന്നിച്ചു ചേർത്ത് തകർത്ത് വിട്ടിരുന്ന എൻഡയർ സെന്റിനൽസിനെയും ഡോക്ടർ ഡൂം കൺട്രോളിൽ എടുക്കുന്നതായിട്ടും കാണിക്കുന്നതാണ്. എന്തായാലും വളരെയധികം ദേഷ്യത്തോടു കൂടി ഡോക്ടർ ഡൂമിനെ തന്റെ എൻഡയർ പവറുമായി അറ്റാക്ക് ചെയ്യാൻ വരുന്ന തോറിനെ തന്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡോക്ടർ ഡൂം ഈസിലി തടയുന്നു. ഈവൻ ദോ തോർ തന്നെ ഇത് കണ്ടിട്ട് വളരെയധികം ഷോക്ക് ആവുകയാണ്. ഇൻഫിനിറ്റി വാറിൽ എൻഡയർ ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പവറിനെയും ഓവർകം ചെയ്ത് താനോസിനെ അറ്റാക്ക് ചെയ്ത അതേ തോർ തന്നെയാണ് ഇതെന്ന് നമ്മൾ ഓർക്കണം. അവിടെ കാണിച്ച മിസ്റ്റേക്ക് ഇവിടെ കാണിക്കാതിരിക്കുവാൻ ഡയറക്റ്റ് ഹെഡിൽ തന്നെയാണ് എയിം ചെയ്യുന്നതെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഡോക്ടർ ഡൂം അതിനെ തടയുന്നത് വളരെയധികം ഷോക്കിംഗ് മൊമെന്റ് തന്നെയായിരുന്നു. RDJയുടെ കണ്ണുകൾ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളെങ്കിൽ തന്നെയും ആ ഒരു കണ്ണുകളിലൂടെ തന്നെ എൻഡയർ സീക്വൻസ് വളരെയധികം എലിവേറ്റ് ആയി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. മാത്രമല്ല ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് ഇവിടെ ഡോക്ടർ ഡൂമിന് കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിലിംഗുകളെല്ലാം പക്കാ പൊളി. എങ്കിലും ഡോക്ടർ ഡൂം ഇത്രയധികം ഓവർ പവർ ആയത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ എന്നത് മാൻ ഓഫ് സയൻസ് ആണ്. ഡോക്ടർ സ്ട്രേഞ്ച് മാൻ ഓഫ് മാജിക്. ഇവർ രണ്ടുപേരും ചേർന്നാൽ എന്താണ് സംഭവിക്കുക? അതാണ് ഡോക്ടർ ഡൂം, മാൻ ഓഫ് സയൻസ് ആൻഡ് മാജിക്.
ഇത്രയധികം സൂപ്പർ ഓവർ പവർഡ് ആയി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡോക്ടർ ഡൂം ഗോൾഡ് എംപയർ ഡൂമും കൂടി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഈ പ്രശ്നങ്ങളെല്ലാം മറികടക്കാൻ വളരെ വലിയൊരു മിറാക്കൾ തന്നെ സംഭവിക്കണമെന്ന് തോർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിൽ സാക്ഷാൽ സ്റ്റീവ് റോജേഴ്സിന്റെ എൻട്രി. ക്യാപ്റ്റനെ കണ്ട് തോർ വളരെയധികം ഷോക്ക് ആണെങ്കിൽ തന്നെയും തന്റെ കയ്യിലുള്ള മിയോൾഡർ ഒന്ന് അയക്കുമ്പോൾ നേരെ ക്യാപ്റ്റന്റെ കയ്യിലോട്ട് ഒരു കിടിലൻ ഷോട്ടായിരുന്നു. ആ ഒരു ഒറ്റ സീക്വൻസ് മതി എൻ്റെ ഒരു തിയേറ്ററും ഇളക്കി മറിക്കുവാൻ വേണ്ടി. എന്തായാലും ഈ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് മൂവിയുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ഫേസിൽ തന്നെയാണ്. കാരണം ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഷിപ്പിനുള്ളിലാണ്. മേ ബി ക്യാപ്റ്റൻ അമേരിക്ക നമ്മൾ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ക്യാപ്റ്റൻ ജീവിക്കുന്നത് ഫാന്റാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിലായിരിക്കാം. മാത്രമല്ല അവർ ന്യൂയോർക്കിലേക്ക് വരുന്ന ടൈമിൽ തോറിന്റെ കയ്യിൽ മിയോൾഡറും ഇല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും, ക്യാപ്റ്റൻ ഇതിനിടയ്ക്ക് എവിടെ പോയി എന്നുള്ളത്. മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മോസ്റ്റ് ഓഫ് ദ സീക്വൻസിലും ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടായിരുന്നിരിക്കണം. എങ്കിൽ തന്നെ നമ്മളെ അത് കാണിക്കാതെ ഹൈഡ് ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ ക്യാപ്റ്റൻ മറ്റൊരു മിഷനുമായി മിയോൾഡർ എടുത്തുകൊണ്ട് പോയതുമായിട്ടും കാണിക്കാനും സാധ്യതകളേറെ. എന്തായാലും അൾട്ടിമേറ്റ് ഒരു കിടിലൻ കിണ്ണക്കാച്ചി ട്രെയിലർ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഡൂംസ്ഡേയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ പോസ്റ്ററും ഇപ്പോൾ മാർവൽ പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഒരു വലിയൊരു പിക്ചറിന് മുമ്പിൽ നിൽക്കുന്ന RDJയുടെ ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടർ. അതും ഒരു കിടിലൻ പോസ്റ്റർ തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു കിടിലൻ കിണ്ണക്കാച്ചി ട്രെയിലർ തന്നെയാണ് ഡൂംസ്ഡേയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ട്രെയിലറെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ഈ ഒരു ട്രെയിലറുമായി ബന്ധപ്പെട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.